ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഒരു ആക്ഷൻ ഫാന്റസി ഫിലിം പ്രേമിയാണോ? എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് റോത്ത് ഓഫ് ദ ടൈറ്റൻസ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കോൺ എനേബിൾ ചെയ്യുക, ഒപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, തീർച്ചയായും കാണുക. ഇനി സിനിമയിലോട്ട് വരാം. 2012 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഫാന്റസി ചിത്രമാണ് റോത്ത് ഓഫ് ദ ടൈറ്റൻസ്. 2010 പുറത്തിറങ്ങിയ ക്ലാഷ് ഓഫ് ദ ടൈറ്റൻസ് എന്ന ചിത്രത്തിന്റെ തുടർച്ചയാണിത്. സാം വർത്തിങ്ടൺ, റോസാമുണ്ട് പൈക്ക്, ബിൽ നൈഗി, എഡ്ഗർ റാമിറസ്, ടോബി കെബ്ബൽ, ഡാനി ഹസ്റ്റൺ, റാൽഫ് ഫിയന്നസ്, ലിയാം നീസൺ എന്നിവർ അഭിനയിക്കുന്ന ഈ ചിത്രത്തിൽ ഡാൻ മസിയോയും ഡേവിഡ് ലെസ്ലി ജോൺസണും ഗ്രെഗ് ബെർലാൻഡിയും ചേർന്ന് എഴുതിയ ഒരു കഥയെ അടിസ്ഥാനമാക്കി ജോനാഥൻ ലീബസ്മാൻ തിരക്കഥ സംവിധാനം ചെയ്യുന്നു. മുൻ സിനിമയുടെ സംഭവങ്ങൾക്ക് ഒരു പതിറ്റാണ്ടിനുശേഷം തടവിലാക്കപ്പെട്ട ടൈറ്റൻസിന്റെ മേലുള്ള ദൈവങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും പെർസിയസിനെ വിളിക്കുകയും ചെയ്യുന്നതോടെ തന്റെ പിതാവായ സിയൂസിനെ രക്ഷിക്കാനും ടൈറ്റൻസിനെ അട്ടിമറിക്കാനും മനുഷ്യരാശിയെ രക്ഷിക്കാനും ഈ സമയം വിളിക്കപ്പെടുന്ന റോത്ത് ഓഫ് ദ ടൈറ്റൻസ് നടക്കുന്നു. 2010 മാർച്ചിൽ ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ് പുറത്തിറങ്ങിയതോടെയാണ് തുടർഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത്. 2010 ജൂണിൽ എഴുത്തുകാരായ ഡാൻ മസിയോ, ഡേവിഡ് ലെസ്ലി ജോൺസൺ എന്നിവരെ നിയമിക്കുകയും 2010 ഓഗസ്റ്റിൽ സംവിധായകൻ ജോനാഥൻ ലീബസ്മാനെ നിയമിക്കുകയും ചെയ്തു. 2011 ജനുവരി മുതൽ ഫെബ്രുവരി വരെയുള്ള കാലയളവിൽ ഭൂരിഭാഗം അഭിനേതാക്കളെയും തിരഞ്ഞെടുത്തു. 2011 മാർച്ചിൽ ലണ്ടനിൽ പ്രധാന ഫോട്ടോഗ്രാഫി ആരംഭിച്ചു. അതിന്റെ മുൻഗാമിയെപ്പോലെ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് ചിത്രം 3 പരിവർത്തനം ചെയ്തു. 2012 മാർച്ച് 30 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 2D, 3D എന്നിവയിൽ റാത്ത് ഓഫ് ദി ടൈറ്റൻസ് പുറത്തിറങ്ങി. നിരൂപകരിൽ നിന്ന് മിക്കവാറും നെഗറ്റീവ് അവലോകനങ്ങൾ ലഭിച്ച ഈ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ മോശം പ്രകടനം കാഴ്ചവച്ചു. $150 മില്യൺ ബജറ്റിൽ ലോകമെമ്പാടും $302 മില്യൺ നേടി. റിവഞ്ച് ഓഫ് ദി ടൈറ്റൻസ് എന്ന പേരിൽ ഒരു തുടർഭാഗം 2013 റിലീസ് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നു. പക്ഷേ റാത്തിന്റെ മോശം പ്രകടനവും ഒരു തിരക്കഥയ്ക്കുള്ള ആശയങ്ങൾ വളരെ കുറവായതിനാൽ അത് റദ്ദാക്കി. സിയൂസ് പെർസ്യൂസുമായി അനുരഞ്ജനം നടത്തുകയും തുടർന്ന് മുറിവേറ്റു മരിക്കുകയും ചെയ്യുന്നു. ഹേഡീസ് പെർസ്യൂസിനെ വിട്ടുപോകുന്നു. താനിപ്പോൾ ശക്തിയില്ലാത്തവനാണെന്ന് പറയുന്നു. പെർസ്യൂസ് ആൻഡ്രോമിഡയെ ചുംബിക്കുന്നു. ഹീലിയസ് തന്റെ പിതാവിനോട് ഒരു മത്സ്യത്തൊഴിലാളിയായി തന്റെ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് പെർസ്യൂസ് അവനോട് പറയുന്നു. പെർസ്യൂസിന്റെ മകനും സിയൂസിന്റെ ചെറുമകനുമായതിനാൽ തന്നെക്കുറിച്ച് അഭിമാനിക്കാൻ പെർസ്യൂസ് ഹീലിയസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പെർസ്യൂസ് തന്റെ വാൾ ഹീലിയസിന് നൽകുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. തന്റെ ഗ്രാമത്തെ ആക്രമിച്ച 2 തലയുള്ള ചിമേരിയെ കൊന്നതിനുശേഷം പെർസ്യൂസ് തന്റെ പിതാവിനെ കാണാൻ പോകുന്നു. പകരം മരിക്കുന്ന ഒരു പോസിഡോണിനെ കണ്ടെത്തുന്നു. അയാൾ സാഹചര്യം അറിയിക്കുകയും തന്റെ അർദ്ധദേവനായ മകൻ അഗനോറിനെ കണ്ടെത്താൻ പറയുകയും ചെയ്യുന്നു. അവൻ ടാർട്ടറസിലേക്കുള്ള വഴി അറിയുന്ന ഹെഫസ്റ്റസിന്റെ അടുത്തേക്ക് അവനെ നയിക്കും. തുടർന്ന് പോസിഡോൺ പെർസ്യൂസിന് തന്റെ ത്രിശൂലം നൽകുകയും പരിക്കുകൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നു. പെർസ്യൂസും ആൻഡ്രോമിഡയും അഗനോറും ഒരു മറഞ്ഞിരിക്കുന്ന ദ്വീപിൽ ഹെഫസ്റ്റസിനെ കണ്ടെത്താൻ പുറപ്പെട്ടു. സിയൂസും ഹേഡീസും പോസിഡനും ഉപയോഗിക്കുന്ന 3 ആയുധങ്ങൾ ഹെഫസ്റ്റസ് സൃഷ്ടിച്ചുവെന്ന് അഗനോർ വിശദീകരിക്കുന്നു. സിയൂസിന്റെ ഇടിമിന്നൽ, ഹേഡീസിന്റെ നാൽക്കവല, പോസിഡോണിന്റെ ത്രിശൂലം ഇവ സംയുക്തമായി ട്രയത്തിന്റെ കുന്തം ഉണ്ടാക്കുന്നു. ക്രോണോസിനെ പരാജയപ്പെടുത്താൻ കഴിയുന്ന ഒരേയൊരു ആയുധം. 30 അടി ഉയരമുള്ള 3 സൈക്ലോപ്പുകളുമായുള്ള ഏറ്റുമുട്ടലിനുശേഷം യാത്രക്കാർ ഒടുവിൽ ഇപ്പോൾ മർത്യനായ ഹെഫസ്റ്റസിനെ കണ്ടുമുട്ടുകയും ടാർട്ടറസിലേക്ക് നയിക്കുന്ന ഒരു ലാബിരിന്തിന്റെ പ്രവേശന കവാടത്തിലെത്തുകയും ചെയ്യുന്നു. പെർസ്യൂസ്, ആൻഡ്രോമിഡ, അജനോർ എന്നിവരെ ലാബിരിന്തിലേക്ക് കടക്കാൻ പ്രാപ്തരാക്കുന്നതിനായി ആരസിന്റെ ആക്രമണത്തിനിടെ ഹെഫസ്റ്റസ് സ്വയം ത്യാഗം ചെയ്യുന്നു. ലാബിരിന്തിനുള്ളിൽ പ്രവേശിച്ച ശേഷം അവർ മിനോട്ടോറിനെ കണ്ടുമുട്ടുന്നു. അത് അവരെ ആക്രമിക്കുന്നു. പക്ഷേ പെർസ്യൂസ് അതിനെ കൊല്ലുന്നു. ഒടുവിൽ ആ സംഘം ടാർട്ടറസിൽ പ്രവേശിക്കുന്നു. അതേസമയം ക്രോണോസ് ഉണരുമ്പോൾ സിയൂസിന്റെ ശക്തി ഏതാണ്ട് പൂർണ്ണമായും ചോർന്നുപോയി. തന്നെ പാതാളത്തിലേക്ക് നാടുകടത്തിയതിന് സിയൂസ് ഹേഡീസിനോട് ക്ഷമ ചോദിക്കുകയും ഹേഡീസിന്റെ പ്രവൃത്തികൾക്ക് ക്ഷമ ചോദിക്കുകയും ചെയ്തതിനാൽ സിയൂസ് ഹേഡീസിനെ സഹായിക്കാനും ക്രോണോസിനെ തടയാനും തീരുമാനിക്കുന്നു. പക്ഷേ ആരസ് ഇപ്പോഴും മുൻഗാമിയുടെ പുനരുജ്ജീവനത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. പെർസ്യൂസ് വന്ന് സിയൂസിനെ മോചിപ്പിക്കുന്നു. ആരസ് സിയൂസിനെ ഹേഡീസിന്റെ പിച്ച്ഫോർക്ക് ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുന്നു. താനും മറ്റുള്ളവരും സിയൂസിനൊപ്പം ടാർട്ടറസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനു മുമ്പ് പെർസ്യൂസിന് അത് ലഭിക്കാൻ അനുവദിക്കുന്നു. ക്രോണോസിനെ പരാജയപ്പെടുത്താൻ സിയൂസിന്റെ ഇടിമിന്നൽ ആരസിൽ നിന്ന് വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് പെർസ്യൂസ് അദ്ദേഹത്തെ ഒരു ദ്വന്ദ്വയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു. അതേസമയം ആൻഡ്രോമിഡയുടെ സൈന്യം മകാകളാൽ കീഴടക്കപ്പെടുന്നു. ഹേഡീസ് സിയൂസിനെ പുനരുജ്ജീവിപ്പിക്കുകയും അവർ ഒരുമിച്ച് ജീവികളെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രോണോസ് പ്രത്യക്ഷപ്പെടുകയും ആൻഡ്രോമിഡയുടെ സൈന്യത്തെ ആക്രമിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. സിയൂസും ഹേഡീസും ക്രോണോസിനെ തടയുന്നു. അതേസമയം പെർസ്യൂസ് ആരസിനെ നേരിടുന്നു. ഒടുവിൽ ഇടിമിന്നൽ ഉപയോഗിച്ച് അവനെ കൊല്ലുന്നു. ദൈവങ്ങളുടെ ആയുധങ്ങൾ ട്രിയം കുന്തത്തിൽ സംയോജിപ്പിച്ച് പെർസ്യൂസ് ക്രോണോസിന്റെ ഹൃദയത്തിലേക്ക് സഞ്ചരിച്ച് കുന്തം അതിലേക്ക് എറിഞ്ഞു നശിപ്പിക്കുന്നു.
സിയൂസ് പെർസ്യൂസുമായി അനുരഞ്ജനം നടത്തുകയും തുടർന്ന് മുറിവേറ്റു മരിക്കുകയും ചെയ്യുന്നു. ഹേഡീസ് പെർസ്യൂസിനെ വിട്ടുപോകുന്നു. താനിപ്പോൾ ശക്തിയില്ലാത്തവനാണെന്ന് പറയുന്നു. പെർസ്യൂസ് ആൻഡ്രോമിഡയെ ചുംബിക്കുന്നു. ഹീലിയസ് തന്റെ പിതാവിനോട് ഒരു മത്സ്യത്തൊഴിലാളിയായി തന്റെ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് അത് ചെയ്യാൻ കഴിയില്ലെന്ന് പെർസ്യൂസ് അവനോട് പറയുന്നു. പെർസ്യൂസിന്റെ മകനും സിയൂസിന്റെ ചെറുമകനുമായതിനാൽ തന്നെക്കുറിച്ച് അഭിമാനിക്കാൻ പെർസ്യൂസ് ഹീലിയസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പെർസ്യൂസ് തന്റെ വാൾ ഹീലിയസിന് നൽകുന്നതോടെയാണ് ചിത്രം അവസാനിക്കുന്നത്. ഇതുപോലെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.